ഹലോ, അങ്ങനെ ഞങ്ങൾ ഓണപരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങള് ഓണമില്ലാത്തവരോട് ഞങ്ങൾ അമ്മച്ചന്റെ വീട്ടിലാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ പോയി ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത്, അതെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മാമന്റെ കൂടി നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മള് ചോറിനാണല്ലേ പോയത്. അതെ, ഭക്ഷണം കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത പരിപാടി തന്നെ ഫുൾ അച്ഛനും പങ്കെടുത്തു. ഗൈസ്, അച്ഛൻ കൊച്ചു കുട്ടിയാണ്, LKG പഠിക്കുന്നത്. അപ്പൊ അതാ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി കസാരക്കളിയിൽ ജയിക്കാൻ നോക്കുന്നത് നിങ്ങൾ കണ്ടല്ലേ? അതെ, വീഡിയോ കാണാൻ ഭയങ്കര ശ്രമമാണ്. എല്ലാരും ഐഡിയ കുറവാണ് കളിക്കുന്നത്. ഫസ്റ്റ് തന്നെ ആരാ ഔട്ടായത് ഗൈസ്? നമ്മളെ അറിയണേ ഞാൻ കണ്ടില്ല. ആകെ ഫസ്റ്റ് നമ്മൾ ആരോ ഔട്ടായി. പിന്നെ നമ്മളെ രണ്ടാമത്തെ കളി അവിടെ തുടർന്നല്ല. ഫസ്റ്റ് ആരും ഔട്ടായില്ല ഗൈസ്, കാരണം ഞാനും കുഞ്ചും ഒരു കസാരയിൽ നല്ലോണം കൊള്ളുമായിരുന്നു. അതാ കണ്ടോ? അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കസാര ഇതിന് മുന്നേ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞങ്ങൾ രണ്ടാളും ജയിച്ചു. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കസാര കൊള്ളാറുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഓരോന്നായി കഴിഞ്ഞു. അങ്ങനെ അപ്പൊ ഇപ്പൊ എല്ലാരും ഉണ്ട്. ഏറ്റവും ചെറുത് നമ്മുടെ ഫ്രണ്ടിന്റെ മോള് ബൈജേട്ടന്റെ മോളാണ്. ഭയങ്കര ഐഡിയപരമായിട്ടാണ് കളിക്കുന്നത്. ചെയർ കണ്ടില്ല, ചെയറൊക്കെ കറക്റ്റ് കവർ ചെയ്തിട്ട് അവിടെ പോയിരുന്ന് സ്വന്തമായിട്ട് കൈയടിക്കുന്നതൊക്കെ ഇരുന്നിട്ട്. പിന്നെ താനു പോയി. പിന്നെ അടുത്ത ഗെയിം ലെവല് അടിക്കുന്ന നേരത്ത് ആരൊക്കെക്കോ പോകുന്നുണ്ട്. ഞാൻ പിന്നെ അവസാനത്തെ ആയിരുന്നു പോയത്. ഞാനും അവസാനം ചെറിയ മോള് പിന്നെ അവസാനത്തെ ഞാൻ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്തു. അത് കണ്ടു. പിന്നെ ശരിക്കും കേസ് ഇവിടെ കള്ളക്കായി നടന്നിട്ടുണ്ട്. ഇരിക്കുന്ന ആളാണ് ശരിക്കും ജയിക്കട്ടോ. അത് നിങ്ങൾ പറയുന്നവരല്ല. ഞങ്ങളെ കാലത്ത്, ഞങ്ങളെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ കസേരക്കളി കളിച്ചിട്ടുണ്ട്. പക്ഷെ കസേരക്കളി മുന്നോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നോട്ട് തിരിയാൻ പാടില്ല എന്നാ പറയാ. മുമ്പോട്ട് പോയാൽ മുമ്പോട്ട് ബേക്കോട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഫൗളാണ്, ആൾ ഔട്ടായി പോകുന്നതാണ്. ബേക്കോട്ട് ഇരിക്കാൻ പാടില്ല, ഒരു അടി ബേക്കോട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഫൈനലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിച്ചു, അതായത് അച്ഛനും മോളും തന്നെയാണ് ഇത് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബൈജേട്ടൻ്റെ മോളുണ്ട്, അവളോട് ഉണ്ട്. അവളിപ്പോൾ പുറത്താകുന്നതാണ്. നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഇപ്പം ഔട്ടാവും നോക്കാം. അതാ ചെറിയ മോള് ഔട്ടായിരിക്കുകയാണ്. അതെ, കുറെ ആളുകളിടയിൽ അവള് ഒരു 3-ാം സ്ഥാനത്ത് അല്ലേ എത്തി. അതാ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുക. കാണാം കള്ളക്കളി ഉണ്ട്, ചിച്ചുവിന്റെ വക കള്ളക്കളി ഉണ്ട്. ചിച്ചു ചെയർ വലിച്ചാളാണ്. അതാ കണ്ടോളൂ. അതാ ഇല്ല, ഇതാ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ചിച്ചു കസേര വലിച്ചിരുന്ന് കാണിച്ചു. അത് കഴിഞ്ഞൊരു തവളക്കളിയാണ്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ ഇതൊന്നും അറിയോന്നറിയില്ല. ഇപ്പതാ ഞങ്ങള് പിന്നെ അതിഗംഭീര ലാസ്റ്റ് നടക്കാൻ പോകുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ കമ്പവലിയാണ്. അളിയനും അപ്പുറം പിടിച്ചിട്ടാണ് കമ്പവലി. നടുവില് മക്കളാണ്. ചിച്ചു തല കുത്തനെ മറിഞ്ഞു വീഴുന്നൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ